അയ്യമ്പള്ളി കാരുണ്യം ക്ഷേമസമിതിയുടെ 25ാം വാർഷികാഘോഷ പരിപാടികൾ കാരുണ്യ നഗറിൽ നടന്നു. ഇതോടനുബന്ധിച്ച് നടന്ന സ്നേഹസംഗമത്തിൽ സമിതിയിലെ 25 വർഷം പൂർത്തിയാക്കിയ ദമ്പതിമാർ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, സമിതിയുടെ ബ്ലോക്ക് ജില്ലാ മെമ്പർമാർ, ആശാപ്രവർത്തകർ എന്നിവരെ ആദരിച്ചു. സ്നേഹസംഗമം പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ ഉദ്ഘാടനം ചെയ്തു. മുൻ വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും സഹോദര സ്മാരക കമ്മിറ്റി സെക്രട്ടറിയുമായ ഡോക്ടർ കെ കെ ജോഷി ആശാപ്രവർത്തകരെ അനുമോദിച്ചു. 25 വർഷം പൂർത്തിയായ ദമ്പതിമാരെ സാംസ്കാരിക നായകൻ വി എസ് രവീന്ദ്രനാഥ് ആദരിച്ചു. ജനപ്രതിനിധികളെ ആദരിക്കൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ ടി കെ ബാസി, രക്ഷാധികാരി സി ശിവൻ എന്നിവരും ആശാപ്രവർത്തകരെ ആദരിക്കൽ ഡോക്ടർ സൗമ്യ വാസുദേവും നിർവഹിച്ചു. കുഴുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് നിബിൻ, വൈസ് പ്രസിഡന്റ് സിനി ജെയ്സൺ, ഡെയ്സി അഗസ്റ്റിൻ, എം ജി വിനേഷ്, എം എ മോഹനൻ, കെ എ ബാബു എന്നിവർ സംസാരിച്ചു. അടുത്തതായി ഇപ്പോഴും 25 ഏറ്റുവാങ്ങുന്നത് എം കെ രാജു മോളി. കർമ്മം നിർവഹിച്ച നമ്മുടെ പ്രിയരിയായ പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ, അതുപോലെ മുഖ്യപ്രഭാഷണം നടത്തിയ കെ കെ ജോഷി, ആശാപ്രവർത്തകർക്ക് ആദരവ് നൽകിയ നമ്മുടെ ഡോക്ടർ സൗമ്യ വാസുദേവ്, അതുപോലെ തന്നെ വി എസ് രവീന്ദ്രനാഥ്, അതുപോലെ നമ്മൾ പ്രധാനപ്പെട്ട എനിക്ക് എടുത്തു പറയുന്നത് 2ാം വാർഡിലെ മെമ്പറും അതുപോലെ കുഴുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ഗ്രാമപിതാവുമായ കെ എസ് നിബിൻ, മറ്റു മെമ്പർമാർ, ആശാ വർക്കർമാർ, വേദി സദസ്സിൽ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, കാരുണ്യ ക്ഷേമസമിതിയുടെ 25ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇവിടെ എത്തിച്ചേരാൻ തന്നെ പറ്റിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പല പ്രാവശ്യം എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിലും എനിക്കിവിടെ എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല. എങ്കിലും വളരെ വലിയൊരു മനോഹരമായ കൂട്ടായ്മ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും, സഹതപിക്കുന്നവരെയല്ല കൂട്ടിച്ചേർക്കുന്നവരെയാണ് ഞങ്ങൾക്ക് ആവശ്യം എന്നതാണ് ഈ സമിതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശമെന്നും നമ്മൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ സമിതി 25 വർഷം കൊണ്ടുപോയതിൽ ഈ സമിതിയുടെ പ്രവർത്തകർ ഏറ്റെടുത്തിരിക്കുന്ന ഓരോ ചുമതലയും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഞാൻ പല പ്രാവശ്യം പല സംഘടനകളിൽ പോയിട്ടുണ്ടെങ്കിലും 5 വർഷം 2 വർഷം 3 വർഷമെല്ലാം കഴിയുമ്പോൾ പിന്നെ ആ സംഘടനയുടെ പേരൊന്നും നമ്മൾ പിന്നെ കേട്ടിട്ടില്ല. എങ്കിലും ഈ 25 വർഷം താണ്ടിക്കൊണ്ട് ഇതിന്റെ പ്രസിഡന്റുമാരും ഇതിലെ സംഘാടക സമിതി അംഗങ്ങളെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. പള്ളിപ്പുറം പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി രമണി അജയൻ, മുഖ്യപ്രഭാഷണം നടത്തിയ പ്രിയങ്കരനായ പ്രൊഫസർ കെ കെ ജോഷിമാർ, സ്വാഗതം ആശംസിച്ച സമിതിയുടെ സെക്രട്ടറി ശ്രീ എം ജി വിനീഷ്, ദമ്പതിമാരെ ആദരിക്കുന്നതിനായി എത്തിച്ചേർന്ന ഏറെ ബഹുമാന്യനായ സാംസ്കാരിക നായകൻ ശ്രീ വി എസ് രവീന്ദ്രനാഥ്, ശ്രീ സി ശിവൻ, ഡോക്ടർ സൗമ്യ വാസുദേവ്, ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞില്ല എങ്കിലും ശ്രീമതി എം പി ഷൈനി, ശ്രീ കെ എസ് സാജിത്ത്, ശ്രീമതി ചാന്ദിനി പ്രസാദ്, ശ്രീമതി സിനി ജെയ്സൺ, ശ്രീമതി ഡെയ്സി അഗസ്റ്റിൻ, കുഴുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള മെമ്പർമാർ, ആശാ വർക്കർമാർ, ശ്രീ കെ എ ബാബു ഉൾപ്പെടെയുള്ള സമിതിയുടെ കമ്മിറ്റി അംഗങ്ങൾ, ഏറ്റവും പ്രിയപ്പെട്ട കാരുണ്യ കുടുംബാംഗങ്ങളെ, അങ്ങനെ ജനപ്രതിനിധി എന്ന നിലയിൽ കാരുണ്യത്തിൽ നിന്ന് ഒരു പുരസ്കാരം ഏറ്റുവാങ്ങാൻ കഴിഞ്ഞു. കുറച്ചാളുകൾ സംസാരിച്ചപ്പോൾ, ഏതോ ഒരു പരിപാടിയുടെ ഭാഗമായി സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളുടെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു നമ്മളുടെ അംബരീഷന്റെ വീടിന്റെ അവിടെ ആയിരുന്നു ഒന്ന് നമ്മളുടെ വേദി. അപ്പൊ അവിടെ വെച്ച് എൻ്റെ പെങ്ങൾക്കും അതുപോലെ ഗോപി ചേച്ചി, നമ്മളുടെ ഡോക്ടർ എല്ലാവർക്കും അറിയാലോ, ഗോപി ചേച്ചി ഉൾപ്പെടെയുള്ള എല്ലാവർക്കും അന്ന് വിദ്യാഭ്യാസ അവാർഡ് വിതരണം ചെയ്തു. അന്ന് മുതൽ ഒരാഗ്രഹം തോന്നി, കാരുണ്യത്തിൽ നിന്നൊരു വിദ്യാഭ്യാസ അവാർഡ് എനിക്കും കിട്ടിയിരുന്നെങ്കിൽ എന്ന് വലിയ ആഗ്രഹം തോന്നി. പക്ഷെ നമ്മളുടെ പഠന നിലവാരം അത്ര ഉയർന്നതായതുകൊണ്ട് അങ്ങനെ ഒരു അവാർഡ് വാങ്ങിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ അതൊരു വിഷമമായിട്ട് ഇങ്ങനെ കിടക്കുകയായിരുന്നു. പക്ഷെ ഒടുവിൽ ഇപ്പോ ഈ വേദിയിൽ വെച്ച്, ഈ വേദിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ കുറെ നാളുകൾക്ക് ശേഷമാണ് ഇത്ര വലിയൊരു വേദി കാണുന്നത്. കാരണം എല്ലാ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, തൊട്ടടുത്തുള്ള പള്ളിപ്പുറം പഞ്ചായത്തിന്റെ പ്രസിഡന്റ്,
അതുപോലെയെങ്കിലും ആളുണ്ടായിരുന്നു. ജോഷി മാഷ്, അതുപോലെ രവീന്ദ്ര മാഷ് ഉൾപ്പെടെ പൗലോസിയറിനൊക്കെ സദസ്സിലിരിക്കുന്നു. അങ്ങനെ വളരെ വലിയ ഒരു വേദിയിൽ വെച്ച് ഒരു പുരസ്കാരം സ്വീകരിക്കാൻ കഴിഞ്ഞപ്പോൾ ആ വിദ്യാഭ്യാസ അവാർഡൊക്കെ മേടിക്കാൻ കഴിയാതിരുന്ന വിഷമം നീണ്ട കുറെ കാലങ്ങൾക്ക് ശേഷം മാറി കിട്ടി. കാര്യത്തിനെ കുറിച്ച് പിന്നെ പറയേണ്ടതായിട്ടില്ല. ഇപ്പോ ഈ ഒരു പരിപാടിയിൽ തന്നെ അതിൻ്റെ ഒരു സവിശേഷത നമുക്ക് കാണാൻ വേണ്ടി കഴിയും. എത്ര പേരെയാണ് നമ്മളിപ്പോ 25 വർഷത്തിന് മുകളിൽ പൂർത്തിയാക്കിയ ദമ്പതിമാരെ ആദരിക്കുന്നു, ആശാപ്രവർത്തകരെ ആദരിക്കുന്നു. ഇതൊക്കെ നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. പക്ഷെ ഒരു പഞ്ചായത്തിലെ മുഴുവൻ ജനപ്രതിനിധികളെയും ഇത്തരത്തിൽ ആദരിക്കുന്ന കാഴ്ച ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. തുടക്കത്തിൽ ഞങ്ങൾക്കൊക്കെ പല രീതിയിലുള്ള ആദരവുകൾ ഇപ്പൊ ഇവിടുത്തെ തന്നെ കുടുംബശ്രീ അടക്കമുള്ള ഇതിൽ നിന്നൊക്കെ വ്യക്തിപരമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ എല്ലാ ജനപ്രതിനിധികളെയും വിളിച്ച് ആദരിക്കുന്ന ഒരു ചടങ്ങ് ആദ്യമായിട്ടാണ് കാണുന്നത്. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഈ സമയമത്ര കാത്തിരിക്കുന്ന തോന്നിയിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. അപ്പോ എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന എന്റെ തന്നെ എപ്പോഴും കൂടെയുള്ള എന്റെ ആശാപ്രവർത്തകരെ അനുമോദിക്കാനുള്ള കർത്തവ്യമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളെല്ലാവരും ആശാപ്രവർത്തകരെ നല്ലോണം അറിയാം. അവരാണ് നിങ്ങൾ ജനങ്ങളെയും നമ്മുടെ ആരോഗ്യരംഗത്തെയും കൂട്ടിയെടുക്കുന്ന കണ്ണികൾ. എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് അവിടെ വിളിക്കാം, ചെറിയ സംശയങ്ങൾ അന്വേഷിക്കാം. അതുപോലെ പകർച്ചവ്യാധിയുടെ സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഡോക്ടറെ വന്ന് കാണാനോ ചെന്ന് അറിയിക്കാൻ മടിയോ അതോ കാണിക്കണോ പിന്നെ പോയാൽ മതിയോ എന്നിങ്ങനെ സംശയങ്ങളെല്ലാം അവർ നിങ്ങൾക്ക് തീർത്തു തരുന്നത്. എല്ലാവരും വീട്ടിലും വന്ന് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, ഒറ്റപ്പെട്ട് കഴിയുന്നവരുടെ വിഷമങ്ങൾ തീർക്കുന്നുണ്ട്. ഞാൻ തന്നെ വന്ന് കാണണമെങ്കിൽ എന്നോട് വന്ന് പറയാറുണ്ട്, രോഗവിവരം എന്തോരം ശരിയായതും വരാൻ പറഞ്ഞിട്ടുണ്ടെന്നും ഇന്നാൾ വരുന്നുണ്ട് വന്ന് നോക്കണമെന്ന് ഡോക്ടറെ ഒക്കെ വിളിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സഹായങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് അറിയാം. ആരും ഇതുവരെ ഒരു പരാതിയായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടില്ല. എല്ലാവർക്കും ഒത്തിരി സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും ഒത്തിരി സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കട്ടെ. എന്ത് ജോലി ചെയ്താലും സന്തോഷത്തോടെ ചെയ്യുന്നവരാണ് ഞങ്ങൾ ആശാമാർ. അപ്പൊ എല്ലാ ചേച്ചിമാരെ അനുവദിക്കാൻ എനിക്ക് കിട്ടിയ അവസരം ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു. അപ്പോൾ ചടങ്ങിലോട്ട് കാണാം. ഞാൻ ഇവിടുത്തെ യോഗത്തിൽ സംബന്ധിച്ചിട്ടുണ്ട്. അത് ഈ കെട്ടിടമൊന്നുമില്ല, ഒരു ചെറിയ വാടക കെട്ടിടത്തിൽ നടക്കുന്ന പരിപാടിയായിരുന്നു. എൻ്റെ സുഹൃത്ത് ശ്രീ MT ജെയിംസിനെ കുറിച്ച് പാടിയത് ഇവിടെ പരാമർശിച്ചു. അദ്ദേഹം ഇതിൻ്റെ സംഘാടക സമിതിയിലുണ്ടായിരുന്നു. വിനീഷ് എന്ന് പറയുന്ന വ്യക്തി, നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ വിനീഷ് വാസ്തവത്തിൽ ഈ സംഘടനയുടെ സെക്രട്ടറി ഇവിടെ നൽകിയിരിക്കുന്ന അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഉദയംപേരൂർ പ്ലാന്റിൽ ഉദ്യോഗസ്ഥനായിരിക്കുമ്പോൾ പരിചയപ്പെട്ടതാണ്. അപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച് അറിയുന്നത്. ഒരുപാട് പ്രസ്ഥാനങ്ങൾ നാട്ടിൽ ഉണ്ട്, പക്ഷേ പ്രസ്ഥാനങ്ങളെല്ലാം വാർഷികമൊക്കെ ആഘോഷിച്ച് കഴിയുമ്പോഴേക്കും അവസാനിക്കുന്ന രീതിയിലാണ്. അതല്ലാതെ ഒരു മേഖലയുടെ ജനതയുടെ അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, അവരുടെ വളർന്നു വരുന്ന തലമുറയുടെ പ്രശ്നങ്ങൾ, പ്രായമായവരുടെ പ്രശ്നങ്ങൾ അത് കണ്ട് അറിഞ്ഞ് കൈകാര്യം ചെയ്ത് സഹായിക്കാനുള്ളൊരു മനോഭാവമുള്ളൊരു പ്രസ്ഥാനം നമ്മുടെ നാട്ടിൽ അപൂർവമാണ്. സന്നദ്ധ സംഘടനകളുണ്ട്, സേവന സംഘങ്ങളുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരിയായി അതിലെ അംഗങ്ങളുടെ മുഴുവൻ വിശ്വാസം ആർജിച്ചുകൊണ്ട് വളരെയേറെ നല്ല കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്നത് ഒരു മേഖലയിൽ ഒതുക്കി കഴിയുകയാണ് നിങ്ങളിപ്പോൾ. ഇത് മാതൃകാപരമായ ഒരു പ്രവർത്തനം മറ്റു മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുവാനുള്ളതായ ധീരമായ ഒരു പരിശ്രമം ഇതിൻ്റെ അംഗങ്ങളിൽ നിന്നും സംഘാടകരിൽ നിന്നും ഉണ്ടാകണം. അങ്ങനെ വരുമ്പോൾ കാരുണ്യം വറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ. വള്ളത്തോളിൻ്റെ ഒരു കവിതാശകലം ഞാൻ ഉദ്ധരിക്കാം. തീവണ്ടിയിൽ അനേകവട്ടായി തിങ്ങുന്നു യാത്രോദ്യതരം ജനങ്ങൾ, ഒറ്റയ്ക്കൊരാളങ്ങ് ഒരഴുക്ക് മുക്കിൽ മലർന്ന് മെയ്നീന്ന് കിടന്നിരുന്നു.
അവൻ്റെ എല്ലുന്തി വിളർത്ത വാർത്തക്കനുക്ഷണം ശ്വാസവിജംഭിതർ യമാഗമം നോക്കിടുവാനെണീക്കും. കാണാനിരുന്നു വിഷമിച്ചിരുന്നു. വള്ളത്തോളുടെ കവിതയാണ് തീവണ്ടിയാക്കി. നമ്മുടെ സാന്ത്വനം എങ്ങനെയാണ് എന്ന് കാണിച്ചു തരികയാണ്. അപ്പോൾ എന്താ പറഞ്ഞു, അവരെ കണ്ടു നിന്ന ആളുകൾ റെയിൽവേയിൽ വിവിധ മേഖലകളിലേക്ക് പോകാനുള്ളതാണ്. അവർ സാന്ത്വനം ഒറ്റവാക്കിൽ അവസാനിപ്പിച്ചു. ചാവാൻ തുടങ്ങിയിടുകയാണ് പാവം. നമ്മുടെ സാന്ത്വനം ചാവാൻ തുടങ്ങിയിടുകയാണ് പാവം. ചാവാൻ കിടക്കുന്ന ഒരു മനുഷ്യന് കൈത്താങ്ങായി പിടിച്ച് പൊക്കി അല്പം വെള്ളം വായിൽ ഒഴിച്ചു കൊടുത്ത് ഏതെങ്കിലും ആളുകളാലയത്തിന് എത്തിക്കാനുള്ള മനോഭാവം ഇല്ലാത്തവരായി പോകുന്നു നമ്മൾ. എവിടെ പോയി സാന്ത്വനവും സ്നേഹവും എല്ലാം? വച്ചു വരേണ്ടി പോയിരിക്കുന്ന ഒരു കാലം. പ്രകൃതി, സമൂഹം, അവിടെ സാന്ത്വനം പകരാൻ ഒരു കാരുണ്യം ക്ഷേമസമിതി ഉണ്ടാകുക എന്നുള്ളത് ഭാഗ്യം ചെയ്തത് ജനതയ്ക്ക് കിട്ടുന്ന വലിയ നേട്ടമാണ്. നിങ്ങളൊക്കെ ഭാഗ്യം ചെയ്തവരാണ്. ഇവിടെയുള്ള അഭിപ്രായ വ്യക്തിത്വങ്ങളെ ഇന്നത്തെ സ്വീകരണം ആദരവ് സ്വീകരിക്കുന്നതിനെ പറ്റിയിട്ടുള്ള ആശാപ്രവർത്തകരെ, ക്ഷേമ സംഘത്തിൻ്റെ 75ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി പ്രതിമാസം നടത്തിവരുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ എത്തിയിട്ടുള്ള അംഗങ്ങളെ, സഹോദരന്മാരെ ഞാൻ സൂചിപ്പിച്ച പോലെ ദീർഘപ്രസംഗത്തിന് പ്രസക്തിയില്ല. കാരണം ധാരാളം ആളുകൾ ഇവിടെ സംസാരിക്കാനുണ്ട്. അതുപോലെ പല ആളുകളെ നമുക്ക് ആദരിക്കാനുണ്ട്. 25 വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ ഈ കാരുണ്യം ക്ഷേമ സമിതി രൂപീകൃതമായി എന്നാണ് മനസ്സിലാക്കുന്നത്. 25 വർഷങ്ങൾക്ക് മുൻപ് നമ്മളിവിടെ ഈ റെസിഡൻസ് അസോസിയേഷനുകളൊന്നും ആരംഭിച്ച് തുടങ്ങിയിട്ടുണ്ടാവില്ല. കാരണം വൈപ്പിൻകരയിലേക്ക് റെസിഡൻസ് അസോസിയേഷൻ എല്ലാവരും ഉണ്ട്. അസോസിയേഷനുകളുടെ ആരംഭം ഇതിനു ശേഷമാണ്. ഇവിടെ ആളുകൾ തമ്മിൽ കൂട്ടായ്മ ഉണ്ടാക്കണമെന്നും അതുപോലെ തന്നെ നമ്മുടെ പരിമിതമായ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ സഹജീവികളെ സഹായിക്കേണ്ടത് ആവശ്യമാണെന്ന് കരുതിക്കൊണ്ടാണ് കാരുണ്യം ക്ഷേമ സമിതിയുടെ പേരിൽ 25 കൊല്ലങ്ങൾക്ക് മുമ്പ് കുറച്ച് ചെറുപ്പക്കാർ കൂടി രൂപീകരിച്ചെന്നാണ് മനസ്സിലാക്കി. കാരുണ്യം എന്ന് പറഞ്ഞ പേര് തന്നെ വളരെ പ്രസക്തമായ പേരാണ്. മനുഷ്യനെ മറ്റുള്ളവരോട് സ്നേഹവും കാരുണ്യവും അനുതാപവുമാണ് വേണ്ടത്. ഇന്ന് ഇത്തരത്തിലുള്ള വികാരങ്ങൾ വളരെ കുറഞ്ഞു പോകുന്നുണ്ടോ എന്ന് സംശയിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. കാരണം നമ്മുടെ കാലം ഒരുപാട് മാറി. മുൻപുണ്ടായിരുന്ന കാലമാണ് നല്ലത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഈ കാലവും നല്ലതാണ്, ഇനി വരാൻ പോകുന്ന കാലവും നല്ലതാണ്, മുൻപുണ്ടായ കാലവും നല്ലതാണ്. സമൂഹത്തിൽ സ്വാഭാവികമായ വ്യത്യാസങ്ങളെല്ലാം വരും, മാറ്റങ്ങൾ വരും. ആ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കും. ഇവിടെ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്ന ഒരു കുറച്ചാളായിട്ടുകൂടിയുണ്ട്. അത് മോശമാണെന്ന് പറയുന്നത് അർത്ഥമില്ല. കാരണം പണ്ട് കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് വലിയ കാര്യമില്ല. പണ്ട് മൊബൈൽ ഫോൺ ഇല്ലല്ലോ. പണ്ട് ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ടി വിയിൽ ഇങ്ങനെ നോക്കിയിരുന്നിട്ടില്ല എന്നുള്ള അതിൻ്റെ കാര്യമില്ല. അത് ടി വിയില്ല. എല്ലാ ശാസ്ത്ര സാങ്കേതിക വിദ്യകളും വരുന്നത് അത് നമുക്ക് വേണ്ടിയിട്ടാണ്. നമ്മളത് ഉപയോഗിക്കണം. അതിൻ്റെ എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഉപയോഗിക്കും. ആ സൗകര്യം ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സൗകര്യങ്ങൾ മറ്റുള്ളവർക്ക് അസൗകര്യമായി വരുന്നത് എന്നുള്ള കാര്യത്തിൽ മാത്രം ഒന്ന് ആലോചിച്ചാണ്. മൊബൈൽ ഫോണുകളിൽ ഒരു കുഴപ്പമില്ല, ഒരുപാട് ഗുണങ്ങളാണ്. ആയുള്ള പ്രശ്നം കൂടുതൽ സമയം നോക്കിയിരിക്കുമ്പോൾ മറ്റുള്ളവർ സംവേദിക്കാനുള്ള ഒരു അവസരം കുറയും. ഇതിപ്പോൾ നമ്മുടെ വീടിൻ്റെ തന്നെ ഈ രീതികളെല്ലാം മാറും. വീടുകളുടെ ഈ നിർമ്മിതിയിലെ വ്യത്യാസം വന്നിട്ടുണ്ട്. നിങ്ങൾ പണ്ടത്തെ വീടും ഇന്നത്തെ വീടും വെച്ച് നോക്കിയാൽ മതി. പണ്ടത്തെ വീടുകളിൽ ഒരു മുറിയിൽ കയറണമെങ്കിൽ അതെല്ലാം മുറികൾ കയറണം അല്ലേ? ഒന്നാമത് മുറികൾ എണ്ണം കുറവ്, വീടുകൾ ചെറുത്. അപ്പൊ അത് ഒരു മുറിയിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അടുത്ത മുറി കയറിട്ട് പോകാം. അപ്പൊ അവിടെ സ്വകാര്യത എന്നൊരു സംഭവമില്ല. ഇന്ന് അങ്ങനെയല്ല. വീടുകൾ പണിയുമ്പോൾ ഓരോ മുറിയും പ്രത്യേകം വളരെ സ്വകാര്യമായ രീതിയിലുള്ള മുറികൾ പണിയും. ഒരു മുറിയിൽ എന്ന് നടക്കുന്നതെന്നുള്ള തൊട്ടപ്പുറത്തിരിക്കുന്ന നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് അറിയണമെന്നില്ല. നമ്മളിവിടെ വലിയ പ്രശ്നമില്ല. കുറച്ചുകൂടി ആധുനികമായ കുറച്ചുകൂടി വികസിച്ച നമ്മുടെ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മുടെ മകന്റെ അടുത്ത് 5 വയസ്സുള്ള 5 വയസ്സുള്ള മകന്റെ വീട്ടിലെ മുറിയിൽ കയറണമെങ്കിൽ പൊട്ടിയിട്ട് വിളിച്ചത്
ഇപ്പം അത്ര ആയിട്ട് നമ്മൾ അല്ലേ മുകളിലേക്ക് കേറിച്ചില്ല മകൻ ഇരിക്കുന്നത്. അവിടെ അങ്ങനെയല്ല. അവൻ 5 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ അവന്റെ ഭൂമിയിൽ പ്രവേശിക്കണമെന്ന് അവന്റെ അനുവാദം വേണം. അതൊരു സാമൂഹ്യ രീതിയായി മാറിയത്. ഇവിടെ ഇപ്പൊ ഇങ്ങനെ സംഭവം വരുമ്പോൾ സ്വാഭാവികമായിട്ട് മുറിയിൽ കയറി ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള അവരുടെ ലോകം മുഴുവൻ്റെ കൈപ്പിടിയില്ല എന്നാണ് പറയാറുണ്ട്. ഈ ആളുകാരുടെ പറയാറുണ്ട് അല്ലേ? ലോകം കൈപ്പിടിയില്ല. നമ്മുടെ ഇരിക്കുന്ന മൊബൈൽ ഫോണിൽ ഞെക്കി ലോകത്ത് നടക്കുന്ന എല്ലാ വിശേഷങ്ങളും അപ്പറിയാം. ഏറ്റവും അവസാനമായി നമ്മുടെ ഇവിടെ നിന്ന് ഈ ഐഎസ്ആർ നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ റോക്കറ്റ് വിക്ഷേപിച്ചു കഴിഞ്ഞ ദിവസം. ആ വിക്ഷേപിച്ച റോക്കറ്റിന്റെ പ്രത്യേകത വെച്ചാൽ പല പല പരീക്ഷണങ്ങളുണ്ട്. നമ്മൾ ചന്ദ്രനിലേക്ക് മനുഷ്യരെ കയറ്റിയേക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗങ്ങൾ ഒരുപാട് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഇപ്പൊ ഈ അയച്ച റോക്കറ്റിന്റെ പ്രത്യേകത, ഈ റോക്കറ്റിലൊക്കെ അവിടെ ചെയ്ത് 2 റോക്കറ്റ് ഒന്നിച്ചിരുന്ന് അവിടെ കൂട്ടിച്ചേർക്കും. അത് കൂട്ടിച്ചേർക്കാൻ വേണ്ടിയുള്ള സ്ഥിരമായ ഒരു വിക്ഷേപ ഒരു കേന്ദ്രം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള റോക്കറ്റാണ് വിക്ഷേപിച്ചത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് മാത്രമല്ല, നമ്മളിവിടെ മാലിന്യം പഞ്ചായത്തുകളിലുള്ള മാലിന്യം ശേഖരിക്കാൻ വേണ്ടി ഹരിതകർമ്മ സേനകളെ നിയോഗിച്ചില്ലേ? നമ്മുടെ വീടുകളിലൊക്കെ മാസ്ക് പിടിക്കും, പ്ലാസ്റ്റിക് ഇതൊക്കെ അവർ സ്വീകരിക്കും. കാരണം നിറച്ച് മാലിന്യമായിട്ട് മനസ്സിലായത്. അതുപോലെ നമ്മുടെ ബഹിരാകാശത്ത് നിറച്ച് മാലിന്യങ്ങളാണ് പറയാം. എന്ന് വെച്ചാൽ പല വർഷങ്ങളായി പല രാജ്യങ്ങളായി അയച്ചിട്ടുള്ള ഈ ഉപഗ്രഹങ്ങളുടെ അത് കേടായി കഴിഞ്ഞാൽ ഭാഗങ്ങൾ ഇങ്ങനെ ചുറ്റിത്തിരിയാണ്. നമ്മൾ തലയൊന്നും വീടില്ല ഭാഗ്യത്തിൽ ചുറ്റിത്തിരിയാണ്. അപ്പൊ ആ ചുറ്റിത്തിരിയുന്ന മാലിന്യങ്ങളെ പിടിച്ചെടുക്കാൻ വേണ്ടി കൈകളുള്ള അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം അയച്ചത്. 25ാം വാർഷികാഘോഷത്തിലേക്ക് ക്ഷണിച്ച ഇടഭാരവാഹികളെ ആദ്യമായി ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട മോഹൻ ചേട്ടൻ, സ്വാഗതം പറഞ്ഞ വിനീഷ് സെക്രട്ടറി, വേദിയിലിരിക്കുന്ന എണ്ണി പറഞ്ഞാൽ സമയം വൈകും. അതുകൊണ്ട് നമ്മുടെ കുഴിപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോഷിമാഷ് അടക്കമുള്ള മറ്റ് മെഡിക്കൽ ഓഫീസർ അടക്കമുള്ള പ്രിയപ്പെട്ട വേദിയിലെയും സദസ്സിലെയും പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ പരിപാടി പങ്കെടുക്കാൻ ഞാൻ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഞാനൊരു വാർഡ് മെമ്പർ പോലും ആവാത്ത സമയത്ത് എനിക്കും അഭിനേഷ് അവർക്കും കൂടെ ഞാൻ പ്രവർത്തിക്കാൻ സാധിച്ചു. ഞങ്ങൾ കുറേ വീടുകളൊക്കെ കയറിയിറങ്ങുകയും നമ്മൾ അന്ന് വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുന്ന ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പ്രവർത്തിക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഈ ഒരു സംരംഭം, കാരുണ്യ ക്ഷേമനിധി എന്ന സംരംഭം, വളരെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരു പരിപാടി തുടങ്ങി വെച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി അത് 25 വർഷം ഒന്നും മുന്നോട്ട് പോകാൻ സാധിക്കാത്ത കുറേ പരിപാടികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് നല്ല ഭംഗിയായി തന്നെ ജനങ്ങളുടെ ക്ഷേമം, കാരുണ്യം എന്നുള്ള വാക്ക് പോലെ തന്നെയാണ് ജനങ്ങളുടെ ക്ഷേമം അന്വേഷിച്ചുകൊണ്ട് ഇത്രയും മനോഹരമായി തന്നെ 25 വർഷം ഇത് നടത്താൻ സാധിച്ചത് ഇതിൻ്റെ ഭാരവാഹികളോടൊപ്പം തന്നെ ഈ അംഗങ്ങളുടെയും സഹകരണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം, ഇന്നിപ്പോൾ നമുക്ക് 3 കാലങ്ങളുണ്ടല്ലേ: ഭാവി, വർത്തമാനം, ഭൂതം. അങ്ങനെ 3 കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കഴിഞ്ഞത്. ആദ്യം നമ്മൾ ഭൂതകാലത്തെക്കുറിച്ച് ചിന്തിക്കുകയും ഭൂതകാലത്തെക്കുറിച്ച് ആരും ചിന്തിക്കാറില്ല. അപ്പോൾ ഭാവിയുമായി മുന്നോട്ട് പോകുന്ന ഒരു കാലത്തോടെ നമ്മൾ വർത്തമാന കാലത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഭാവിയിലേക്ക് എന്ത് വേണം എന്നുള്ളത് ചിന്തിച്ച് ഒരു വിഭാഗം പോകുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ നമ്മൾ ആ ഭൂതകാലം അന്വേഷിക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ പ്രായമായിട്ടുള്ളവർ ഇഷ്ടം പോലെയുണ്ട്. പ്രായമായവർ തന്നെയാണ് നമ്മുടെ ശക്തി, മുന്നോട്ട് നയിക്കുന്നതിനുള്ളൊരു ശക്തി. ആ പ്രായമായിട്ടുള്ളവർക്ക് അറിയാം പഴയ കാലത്ത് എങ്ങനെയാണ് നമ്മൾ ജീവിച്ചിരുന്നതെന്ന്. ഒരു കൂട്ടുകുടുംബം വരുമ്പോൾ അതിൽ ഒരുപാട് അംഗങ്ങളും അതുപോലെ ഒരുപാട് പ്രാരാബ്ദങ്ങളുമായിട്ടൊക്കെയാണ് പഴയകാലം, കഴിഞ്ഞ കാലം നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ അണുകുടുംബങ്ങളാണ്. ഓരോ വീട്ടിലും ഒരച്ഛനും അമ്മയും അവർക്കൊരു 1 അല്ലെങ്കിൽ 2 മക്കളുമായിട്ട് പോകുന്നൊരു കുടുംബമാണ്. ഒരു കല്യാണം കഴിഞ്ഞ് വന്നാൽ തന്നെ അപ്പോൾ തന്നെ ഒരാളാണെങ്കിലും മാറി താമസിക്കണം, അച്ഛനും അമ്മയും അവിടെ നിൽക്കട്ടെ, ഞങ്ങൾ മാറി സുഖമായിട്ട് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞു പോകുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടാവേണ്ടത്. ഒരുപാട് ഞാനിപ്പോൾ അങ്ങോട്ട് നോക്കുമ്പോഴും ഇവിടെ നോക്കുമ്പോഴും പ്രായം കൂടിയവരാണ് ഏറ്റവും പ്രായമുള്ള രീതിയിൽ പങ്കെടുത്തിട്ടുണ്ട്. ചെറുപ്പക്കാരുമുണ്ട്,
പക്ഷെ നമ്മൾ ഈ 25 വർഷത്തിന് മുമ്പ് തുടങ്ങുമ്പോൾ സിപ്പി സാറുടെ സിപ്പി സാറാണെങ്കിൽ തിരി കൊടുത്തി നമുക്ക് ഈ ഒരു പ്രവർത്തനം തുടങ്ങാനായിട്ട് അന്ന് ഉദ്ഘാടനം നടത്തപ്പെട്ടത്. അപ്പോൾ അത് ചെറുപ്പക്കാരായിരുന്നു, കുറച്ച് ചെറുപ്പക്കാരാണ് ഇതിപ്പോൾ പിന്നിൽ പ്രവർത്തിക്കുന്നത്. 25 വർഷം പിന്നിട്ടപ്പോൾ ചെറുപ്പക്കാരെല്ലാം ഇപ്പോൾ ഇവിടെ പ്രായമായവരായി. ആ പ്രായമായവരാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനിയും ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ചെറുപ്പക്കാരെല്ലാം ഇതിലേക്ക് വരണം. ഈ ഒരു പ്രവർത്തനം ഇത്രയും കാലം നമുക്ക് നല്ല രീതിയിൽ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഭാരവാഹികളോടൊപ്പം നിന്ന് പ്രവർത്തിച്ചവരും മുൻകാല ഭാരവാഹികളും ഇപ്പൊ നിലവിലുള്ള ഭാരവാഹികളും ഇത്ര ഭംഗിയായിട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇത് ഇനിയും തലമുറകളായിട്ട് കൈമാറി പോവേണ്ട ഒരു പ്രസ്ഥാനമാണ് ഈ കാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത്. കാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ആർക്കും സമയമില്ല, ഒന്നിനും സമയമില്ലാത്ത കാലമാണ്. സമയമില്ലാതിരിക്കാനുള്ള പ്രധാന കാരണം എല്ലാവർക്കും ഇന്ന് 2 പേര് തൊഴിലെടുത്താലേ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അപ്പം എല്ലാവർക്കും തൊഴിൽ. പിന്നെ മക്കളാണെങ്കിൽ അവർക്ക് LKG മുതൽ അവർക്ക് ട്യൂഷനും സ്കൂൾ വണ്ടി വന്ന് നിൽക്കുമ്പോൾ അവരെ വിട്ട് വൈകുന്നേരം വരുമ്പോൾ അത് വന്ന് ട്യൂഷന് പോയി. അപ്പം അവരുമായി സംസാരിക്കുവാൻ ഈ ഉള്ളവർ നേരെ സംസാരിക്കുവാൻ സമയമില്ല. അതാണ് ഏറ്റവും നമ്മൾക്ക് ദുരിതമായ ഒരു സംഭവം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ് അല്ലേ. ഈ ഒരു സാധനം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സമയം മുഴുവൻ ഇതിൽ കുത്തിയിരുന്നാൽ നമ്മുടെ സമയം പോകുന്നതും അറിയില്ല, നമുക്ക് മറ്റുള്ളവരുമായിട്ടുള്ള ഒരു ബന്ധവുമില്ലാത്തൊരു കാലമാണ്. എന്നാൽ ചെറുപ്പക്കാർ അതിലേക്ക് പോവാതെ ഇത്തരം പ്രവർത്തനങ്ങളുമായി നമുക്ക് അവരെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് ഇപ്പോൾ ഈ ഒരു തലമുറയിൽ കൊണ്ടു നടക്കുന്ന ഭാരവാഹികൾ എല്ലാ കാലവും അവർക്ക് ഇതുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അവർക്കും ഒരു പരിധി വരെ ഇത് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ ഈ കാലശേഷം നമ്മുടെ ചെറുപ്പക്കാരിലേക്ക് അടുപ്പിക്കണം. ഇത്തരം പ്രവർത്തനങ്ങൾ ചെറുപ്പക്കാരിലൂടെയും കൂടി ചെറുപ്പക്കാരിലേക്ക് വന്ന് അവർ ഇത്തരം പ്രവർത്തനങ്ങൾ ഇവർ ചെയ്യുന്ന പ്രവർത്തനം കണ്ടുപഠിച്ച് ഇതുപോലെ നമുക്കും ചെയ്യണമെന്ന് തോന്നുമ്പോൾ ഈ മൊബൈലിൽ നിന്നും മറ്റ് ഇന്നിപ്പോൾ നമുക്കറിയാം ചിലപ്പോൾ നമ്മുടെ മക്കൾ അതിലേക്ക് പുറത്തു നിൽക്കുമ്പോൾ ഒരുപാട് പേര് അവരെ പ്രേരിപ്പിച്ചും പ്രോത്സാഹിപ്പിച്ചും കൊണ്ട് മയക്കുമരുന്നിലേക്കും മറ്റേ കാര്യങ്ങളിലേക്കും അവർ പോകുമ്പോൾ ചിലപ്പോൾ അവരുടെ മനസ്സ് അറിഞ്ഞുകൊണ്ടായിരിക്കില്ല അതിലേക്ക് പോകുന്ന ഒരു പറ്റം ആളുകൾ അതിലേക്ക് അടുപ്പിക്കുമ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളിൽ അവരും കൂടെ ഉണ്ടെങ്കിൽ അവർ ആ പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈ ഒരു ചാരിറ്റി പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ഇത്തരത്തിൽ സമയമുണ്ടാവില്ല. അപ്പം അതുകൂടി നമ്മൾ ഈ ഒരു ഇതിന്റെ ഭാരവാഹികളോട് ഞാൻ സൂചിപ്പിക്കുകയാണ്. ശ്രീമതി രമണി അജയൻ, മുഖ്യപ്രഭാഷകനായി എത്തിയിട്ടുള്ള പ്രൊഫസർ KK ജോഷി മാസ്റ്റർ, സാംസ്കാരിക നായകൻ ശ്രീ VS രവീന്ദ്രനാഥ്, ആദരിക്കാനെത്തിയിട്ടുള്ള ഡോക്ടർ സൗമ്യ വാസുദേവ്, മെഡിക്കൽ ഓഫീസർ, പഞ്ചായത്തിൻ്റെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് KS മിഥുൻ, നമ്മളുടെ പരിപാടിയിൽ എത്താനായിട്ട് നേരിട്ടുള്ള KK സാരിത വൈപ്പിൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ്, വൈപ്പിൻ ബ്ലോക്ക് മെമ്പർ ശ്രീമതി ഷാലിനി പ്രസാദ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിനി ഡേസൺ, പാലിയേറ്റീവ് കെയർ നഴ്സ് ഡെയ്സി അഗസ്റ്റിൻ, ക്ഷണിക്കപ്പെട്ട വാർഡ് മെമ്പർമാരെ, ആശാവർക്കർമാരെ, 70 വയസ്സ് പൂർത്തിയാക്കിയിട്ടുള്ള കാരണത്തിൻ്റെ കാരണവന്മാരെ, 25 വർഷം ദാമ്പത്യ ജീവിതം പൂർത്തിയാക്കിയ കാരണത്തിൻ്റെ ആദരിക്കലിലെത്തിയിട്ടുള്ള കാരണത്തിൻ്റെ ദമ്പതികളെ, സന്നിഹിതരായിരിക്കുന്ന കാരണത്തിൻ്റെ കുടുംബാംഗങ്ങളെ, മറ്റു നാട്ടുകാരെ, കാരുണ്യം ഇന്ന് 25ാമത് വാർഷികത്തിലോട്ട് നടക്കുകയാണ്. 24 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സെക്രട്ടറി പറഞ്ഞ പോലെ ഇവരുടെ ഹൃദയഭാഗത്ത് നിന്ന് 140ഓളം കുടുംബങ്ങൾ സകലജാതി മത രാഷ്ട്രീയത്തിൽപ്പെട്ട ആളുകളെ കോർത്തിറങ്ങിക്കൊണ്ട് നമ്മൾ രൂപീകരിച്ച സംഘടനയാണെന്ന് 25ാമത് വാർഷികത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ 25ാമത് വാർഷികത്തിലെത്തുമ്പോൾ ഇതിന്റെ ഭരണാധികാരികളായിരുന്നു ഞങ്ങൾക്ക് അല്ല ആദ്യത്തെ ക്രെഡിറ്റ്. ഞങ്ങൾക്ക് വേണ്ട പിന്തുണയും സഹകരണവും പ്രോത്സാഹനവും നൽകിയാൽ സഹായിച്ചിട്ടുള്ളത് ഇതിൻ്റെ അംഗങ്ങളായ 600 പരം അംഗങ്ങളാണ്.
മെമ്പർമാരാണ്. 600 പേര് അംഗങ്ങളുള്ള ഒരു സംഘടനയാണ്. അവരുടെ കൂട്ടായ്മ ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ട്. ഇതിൻ്റെ സ്ഥാനമാനങ്ങളിൽ ഒരിക്കൽ പോലും പങ്കെടുക്കാതെ ഇതിൻ്റെ പ്രവർത്തനത്തിൽ മാത്രം വ്യാപകരായ ഒരുപാട് പേരുണ്ട്. അങ്ങോട്ട് അങ്ങനെ ഓരോരുത്തരും എടുത്ത് പറയാനായിട്ട് നോക്കിയാൽ ഒരുപാട് പേരുണ്ട്. പലരും നമ്മളെ മൺമറഞ്ഞു പോയി. നമ്മുടെ ചേട്ടൻ അദ്ദേഹം നമ്മുടെ ഒരു മാസ യോഗങ്ങളിൽ നമ്മുടെ കാര്യപരിപാടിയിലേക്ക് നടക്കുമ്പോൾ മുഴുവൻ ചോദ്യങ്ങളായിട്ട് നമുക്ക് വേണ്ട നിർദ്ദേശവും കാര്യം തന്ന് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. പിന്നീടുള്ളത് നമ്മുടെ രക്ഷാധികാരിയുടെ അച്ഛൻ തിരുവനന്തപുരത്തിലായിരുന്നു. അദ്ദേഹം ഒരിക്കൽ പോലും സ്ഥാനമാനങ്ങളിൽ നിന്നിട്ടില്ല. പക്ഷേ അദ്ദേഹം നമ്മുടെ ഈ പൊതുയോഗങ്ങളിൽ വരികയും ഇതിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അദ്ദേഹം പ്രിസൈഡിംഗ് ഓഫീസറായിട്ട് നിന്ന് നമുക്ക് വേണ്ട എല്ലാത്തരം പിന്തുണകളും അതിന് നൽകിക്കൊണ്ടിരുന്ന ആളാണ്. അദ്ദേഹം നിന്ന് നമ്മളെ വിട്ടുപോയി. പിന്നെ ഏത് കാര്യങ്ങളുണ്ടെങ്കിലും അതിനുവേണ്ടി മുൻകൈയിൽ എടുത്ത് പ്രവർത്തിച്ച ഒരുപാട് ആളുകളുണ്ട്. അവരെ മുഴുവൻ ഞാനിപ്പോൾ ഈ രീതിയിൽ പ്രത്യേകിച്ചെടുത്ത് പറയുന്നില്ല. എങ്കിലും ഈ സംരംഭത്തിൽ സ്ഥാനത്ത് നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരേ വ്യക്തി നമ്മളെ വിട്ടുപോയി, ജെയിംസ് മാസ്റ്ററാണ്. അദ്ദേഹം കാര്യത്തിൻ്റെ മുമ്പ് സ്കൂളിലെ മാസ്റ്ററായിരുന്നു. കുട്ടികൾക്ക് അക്ഷരത്തോടൊപ്പം സ്പോർട്സും പഠിപ്പിക്കുന്ന ആളായിരുന്നു. അദ്ദേഹം സ്കൂളിലെ ഒരു ദ്രോണാചാര്യരായിട്ടാണ് അറിയപ്പെടുത്തിയിരുന്നത്. പക്ഷേ കാരുണ്യത്തിൽ വന്നപ്പോൾ അദ്ദേഹം കാരുണ്യത്തിൻ്റെ രക്ഷാധികാരി എന്നോണമായി ഞങ്ങളുടെ വിഷ്ണാചാര്യരായിട്ടാണ് അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചത്. കാരുണ്യത്തിന് ഇതുപോലുള്ള എല്ലാ നല്ല സമയങ്ങളും ആയിരുന്നില്ല. ആദ്യത്തിൽ കാരുണ്യം തന്നെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ചില ബുദ്ധികൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങളോടൊപ്പം പോലീസ് സ്റ്റേഷനിലും കോടതിയിലും രജിസ്റ്റർ ഓഫീസിലും ഒക്കെ വന്ന് നമ്മളോടൊപ്പം നിന്ന ആ മഹത് വ്യക്തിക്ക് ഈ കേരളത്തിൽ നമുക്ക് ഓർക്കാതിരിക്കാൻ പറ്റില്ല. കാഴ്ചയില്ലാത്ത 2 പേർക്ക് കാഴ്ച നൽകുവാൻ നമുക്ക് കഴിയും. എൻ്റെ സഹോദരിമാരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആ ചിത്രം നിങ്ങളുടെ മനസ്സിൽ ഓർമ്മിക്കുക. എൻ്റെ നമ്പർ ഞാൻ എല്ലാവരുടെയും കയ്യിൽ കൊടുത്തിട്ടുണ്ട്. എൻ്റെ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഏത് പാതിരാത്രിയാണെങ്കിലും ആ നേത്രദാനം എന്ന ആ മഹത് കർമ്മം നിർവഹിക്കാൻ, അത് കണ്ണില്ലാത്തവനെ എൻ്റെ കാഴ്ചയുടെ വേദന മനസ്സിലാവുമെന്ന് പറയുന്ന പോലെ ഇനി ഒരു കണ്ണുകളും നഷ്ടപ്പെടാൻ നമ്മൾ അനുവദിക്കരുത്. നമ്മുടെ കാരുണ്യത്തിന്റെ മുദ്രാവാക്യം തന്നെ അതാണ്. എൻ്റെ കണ്ണുകൾ മണ്ണിനുള്ളതല്ല, മനുഷ്യനുള്ളതാണ്. ആ ഞങ്ങളുടെ നേതൃത്വം, ഞങ്ങളുടെ ഈ 12ാമത് വാർഷികത്തിന്റെ ആപ്തവാക്യം തന്നെ, ഞങ്ങളുടെ അന്നത്തെ സന്ദേശം തന്നെ നേത്രദാന സന്ദേശമാണ്. ആ 46ഓളം നമ്മളുടെ സഹോദരങ്ങളുടെയും പുറമെയുള്ള സഹോദരങ്ങളുടെയും 46ഓളം നേത്രങ്ങൾ ഞങ്ങൾക്ക് ദാനം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഏകദേശം 92ഓളം പേർക്ക് കാഴ്ച നൽകാൻ കഴിഞ്ഞു എന്നുള്ള ആ മഹനീയ ചാരിതാർത്ഥ്യം ഞങ്ങളുടെ മനസ്സിലുണ്ട്. അവരുടെ കണ്ണിലുണ്ടാകുന്ന വെളിച്ചം ഞങ്ങളുടെ മനസ്സിലും വെളിച്ചമായി മാറി മുന്നോട്ട് പോകാൻ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ആശാവർക്കന്മാരെ എല്ലാവരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ ആരാധ്യയായ പ്രസിഡന്റ് ശ്രീമതി രമണിയച്ചൻ, മുഖ്യപ്രഭാഷണം നടത്തുന്ന സഹോദരങ്ങൾ സ്മാരക സംഘത്തിന്റെ സെക്രട്ടറി പ്രൊഫസർ കെ ജോഷി മാസ്റ്റർ, ആശ്രമ പ്രവർത്തകർക്ക് അനുമോദനം നടത്താമെന്നേക്ക് ഇവിടെ എത്തിച്ചേരുന്ന ശ്രീമതി എം വി ഷൈനി, ജില്ലാ പഞ്ചായത്ത് മെമ്പർ, ആദരിക്കൽ 25 വർഷം പൂർത്തിയാക്കിയ ദമ്പതിമാരെ ആദരിക്കുന്ന അദ്ദേഹം വന്നുകൊണ്ടിരിക്കുകയാണ്. നാടക പ്രവർത്തനം സാംസ്കാരിക നായകനുമായ ശ്രീ BS രവീന്ദ്രനാഥ് സാർ, ആശാപ്രവർത്തകരെ ആദരിക്കാൻ എത്തിച്ചേർന്ന ഡോക്ടർ സൗമ്യ വാസുദേവ്, മെഡിക്കൽ ഓഫീസർ സർജൻ, അയ്യമ്പള്ളി ഗവൺമെന്റ് ഹോസ്പിറ്റൽ, മറ്റു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സ്നേഹം നിറഞ്ഞ കാരുണ്യം ക്ഷേമസമിതി അംഗങ്ങൾ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സ്നേഹനിർഭരമായ ഒരു സുദിനമാണ്. കാരുണ്യ ക്ഷേമസമിതി ഏതാനും 25 വർഷങ്ങൾക്ക് മുമ്പ്
1999 ഒരു നോട്ട് ബുക്കും ഒരു പേനയുമായി ഈ പ്രയാണം ആരംഭിക്കുമ്പോൾ പ്രശസ്ത ബാലസാഹിത്യകാരനായ ശ്രീ സിപ്പി മാഷ് അതിന്റെ കൈത്തിരി കൊളുത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുകൾ ഇപ്പോഴും എൻ്റെ മനസ്സിൽ മിന്നി മറയുകയാണ്. അദ്ദേഹം പറഞ്ഞു, സാധാരണ ഞാൻ യോഗങ്ങളിൽ പോകുമ്പോൾ ഒരു വട്ടം സ്ത്രീകളുടെ കൂട്ടായ്മയാണ് കാണാറുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ കണ്ടത് ഒരു വട്ടം ചെറുപ്പക്കാരുടെ കൂട്ടായ്മയാണ്. അതുകൊണ്ട് തന്നെ ഈ കൂട്ടായ്മ ഒരുപാട് കാലം നിലനിൽക്കുമെന്ന് അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ അന്വർത്ഥമാക്കുവാൻ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് കഴിയുമെന്നതിൽ അതിയായ ചാരിതാർത്ഥ്യമുണ്ട്. ദൈവമേ നിന്റെ കാരുണ്യം ദീർഘകാലം ഞങ്ങളെ പിന്നെ രക്ഷിച്ചു വഴിപോലം നീ സൂക്ഷിപ്പാൻ ദൈവമേ കൃപ അന്നവസ്ത്രങ്ങളും പിന്നെ മഞ്ഞിലേണ്ടുപഹാരവും ഒന്നും കുറവ് കൂടാതെ തന്നുരക്ഷിച്ചു ഭഗവാൻ. വിശിഷ്ട വ്യക്തികളെ, നല്ലവരായ കാര്യങ്ങൾ ക്ഷേമ സമിതി അംഗങ്ങളെ, നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത് എല്ലാവർക്കും അറിയാം, നമ്മുടെ 25ാമത് വാർഷികം ഈ വരുന്ന 12-ാം തീയതി നമ്മൾ ഈ കാരുണ്യ ക്ഷേമ സമിതിയിൽ വെച്ച് ഈ നമ്മുടെ ഈ ഓഡിറ്റോറിയത്തിൽ വെച്ച് വളരെ വിപുലമായി തന്നെ കൊണ്ടാടുകയാണ്. വളരെ കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു നമ്മുടെ ആദ്യത്തെ കുടുംബ യൂണിറ്റ് മുതലുള്ള ഇത്രയും വരെയുള്ള ഒരു പ്രയാണം. എല്ലാവർക്കും അറിയാം, നമ്മൾ സ്വന്തമായിട്ട് നമ്മൾക്ക് ഒരു ഓഫീസ് കെട്ടിടം പോലും ഉണ്ടായിരുന്നില്ല. അതിൽ നിന്നെല്ലാം മാറി നമ്മളുടെ ഈ കൂട്ടായ്മ നമ്മളുടെ ഒറ്റ കുടുംബമാണെന്നുള്ള നമ്മളുടെ എല്ലാവരുടെയും ആ തോന്നൽ, അതിൽ നിന്നാണ് നമ്മൾ ഈ കാരുണ്യ ക്ഷേമ സമിതി ഇന്നത്തെ നിലയിൽ എത്തിയിട്ടുള്ളത്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച വളരെയേറെ ആളുകളുണ്ട്. എല്ലാവരെയും ഓർത്തു വയ്ക്കാനും അവരുമായിട്ട് സംവദിക്കാനും ഒക്കെ തന്നെയാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, കാരുണ്യം ക്ഷേമ സമിതിയുടെ 273ാമത് പ്രതിമാസ യോഗമാണ്, സ്നേഹസംഗമമാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ ഈ പ്രോഗ്രാമില് ഈ ഒരു പരിപാടിയിൽ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. പക്ഷെ ഇതിലിരിക്കുന്ന പലവർക്കും എന്നെ അറിയാം എന്ന് വിചാരിക്കുന്നു. പക്ഷെ ഞാൻ ഇവിടെ പ്രോഗ്രാമുകൾ എല്ലാ വർഷവും ഉണ്ടെങ്കിലും എനിക്ക് വരാൻ സാധിച്ചിട്ടില്ല. ഞാൻ ഈ നാട്ടുകാർ തന്നെയാണ്. അത് മാത്രമല്ല, 2ാം വാർഡിലെ ഒരു ആളും കൂടെയാണ്. വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇന്നത്തെ ഈ കാരുണ്യ ക്ഷേമ സമിതിയുടെ ഭാരവാഹികൾക്കും അതുപോലെ ഇതിന്റെ എല്ലാ അംഗങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. കൃപയെപ്പോഴും മമ ദൈവമേ, ദുഃഖങ്ങളൊഴിച്ചു മാം പരിരക്ഷ ദൈവത്തിനായി മുട സൂര്യദേവദിനേശാത്മനമാറ്റുവേ ഏറെ ജ്ഞാനികളായവർക്കുമൊരീശ്വരൻ ഭുവനത്തിലും ഉണ്ടെന്നുറയ്ക്കണമെങ്കിലോ തവ മംഗളം ബഹുശോഭമായി പൂർവശൈലമതിന്നുമേ പരിചോടു കാണണമെന്നുമേ സൂര്യദേവദിനേശാത്മനമാറ്റുവേ കൊണ്ടുപോലും അനേകമൂർത്തികളൊന്നു തന്നെയതെങ്കിലും കണ്ടു കൈകൊള്ളുവാനും ഇണ്ടലകറ്റുവാനും എനിക്കതോ കണ്ടറില്ല ദിനേശമീയൊഴിഞ്ഞാരെയും ഭുവനേശ്വര താരശാത്മനമർത്തുരേ അക്കനന്ദവരൂപമൊക്കെയും ഉൾക്കുരുന്നിരുതിക്കലോ ഉൾക്കലേ ബഹുസൗഖ്യവും വരും അഗ്രവ്യാധിയൊഴിഞ്ഞുവോ മത്കൃതങ്ങളിലുള്ള ദുഷ്കൃതവും ചെയ്തു സുഖം വരും സൂര്യദേവദിനേശാത്മനമർത്തുരേ
അമ്മയാണെന്നു നാം ചൊല്ലി പഠിക്കണം. അമ്മയെന്നുള്ള രണ്ടക്ഷരം നാവിൽ അമ്മയാണെന്നു നാം ചൊല്ലി പഠിക്കണം. അച്ഛൻ കാത്തുനി കപടമാം ഗൗരവം, അച്ഛൻ കാത്തുനി കപടമാം ഗൗരവം സ്നേഹമാണെന്നു നാം ഉള്ളിൽ പഠിക്കണം. അച്ഛൻ കാത്തുനി കപടമാം ഗൗരവം സ്നേഹമാണെന്നു നാം ഉള്ളിൽ പഠിക്കണം. അമ്മക്കും അച്ഛനും ഒപ്പമാം ജീവിതം, അമ്മക്കും അച്ഛനും ഒപ്പമാം ജീവിതം സ്വർഗമാണെന്നു നാം നേരിൽ പഠിക്കണം. അമ്മക്കും അച്ഛനും ഒപ്പമാം ജീവിതം സ്വർഗമാണെന്നു നാം നേരിൽ പഠിക്കണം. അമ്മക്കും അച്ഛനും പകരമാം ഭൂമിയിൽ, അമ്മക്കും അച്ഛനും പകരമാം ഭൂമിയിൽ മറ്റൊന്നുമില്ലെന്ന് ഓർത്തു പഠിക്കണം. അച്ഛനും അമ്മക്കും പകരമാം ഭൂമിയിൽ മറ്റൊന്നുമില്ലെന്ന് ഓർത്തു പഠിക്കണം. മാതാപിതാക്കൾ നമ്മൾക്ക് സ്വന്തം, മാതാപിതാക്കൾ നമ്മൾക്ക് സ്വന്തം, ഒരുപോലെ അവരെ കാത്തു സൂക്ഷിക്കണം. മാതാപിതാക്കൾ നമ്മൾക്ക് സ്വന്തം, ഒരുപോലെ അവരെ കാത്തു സൂക്ഷിക്കണം, ഒരുപോലെ അവരെ കാത്തു സൂക്ഷിക്കണം. പോലവേ മലകോട്ടതെല്ലാം വാടി മാലയിൽ ആശകളാലെ മണങ്ങിരു കെട്ടി അലറുന്നു കടലും കരയും ഞാൻ. ആശകളാലെ മണങ്ങിരു കെട്ടി അലറുന്നു കടലും കരയും ഞാൻ. ആഞ്ഞലറിയതും തിരമാലകളിൽ മണലായി മാറി മമ സദനം കാണില്ല ഞാനെങ്കിനാവുകൾ ഇനി പാടില്ല ഞാൻ തീരകൾ മധുപാലങ്ങൾ തീർന്നു വീണയിൽ മലകോട്ടതെല്ലാം വാടി മലയിൽ തിരിഞ്ഞു പോക മകളെ ഇരു കണ്ണീരിനുറവുകൾ പോലവേ മധുഗാനങ്ങൾ തീർന്നു വീണയിൽ മലകോട്ടതെല്ലാം വാടി മാലയിൽ ആശകളാലെ മണലിതു കെട്ടി അലറുന്നു കടലിൻ കരയിൽ ഞാനലറിയതും തിരമാലകളിൽ മണലായി മാറി മമ സകലം പാടില്ല ഞാനെങ്കിലകൾ ഇനി പാടില്ല ഞാനെങ്കിലകൾ. കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിൽ മാത്രം വരും. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിൽ മാത്രം വരും. കൂടി പല കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ വിജയത്തിലേക്ക് പോകുക. ഓരോരുത്തർക്കും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. രോഗങ്ങൾ ചില ആളുകൾ വരുമ്പോൾ നമ്മളെ പരിമിതിപ്പെടുത്തുന്നവർക്ക് എല്ലാവർക്കും അതുപോലെ തന്നെ നമ്മുടെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന ഓരോ വർഷത്തിലും നമ്മുടെ പേര് കേട്ടാണ്. ഇവിടെ നമ്മളതൊന്നും വിസ്മരിക്കരുത്. കാരുണ്യക്ഷേമ സമിതി ഒന്നും ഒരു ചെറിയ സംഘടനയാണെന്ന് അല്ലെങ്കിൽ വലിയ സംഘടനയാണെന്നോ ഒന്നും നമ്മൾ പറയില്ല. ഇവിടെ ഇടത്തര സംഘടനയാണെങ്കിൽ പോലും നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ്. അതിനെ നമ്മൾ തന്നെ അത് ചെറുതാക്കി കൊണ്ടുപോകണം. ശരിയാണ്. നമ്മുടെ ഇവിടെ കുറേ നമ്മുടെ ചെറുപ്പക്കാർ പിള്ളേർ അതിപ്പോഴും നമുക്ക് മനസ്സിലാവില്ല. നമുക്ക് ചെറുപ്പക്കാർ പിള്ളേർ ഇവിടെ ഇഷ്ടം പോലെയുള്ളതാണ്. നമ്മുടെ ഈ വാർഡിൽ 2ഉം 3ഉം വാർഡ് വസ്തുതകളാണ് ഈ കാരുണ്യക്ഷേമ സമിതിയുടെ ഇതിൽ
അതിൽ. പക്ഷെ അതിലൊക്കെ നല്ല നല്ല ചെറുപ്പക്കാരെയും നമ്മളെ പോലുള്ള നമ്മൾ ആ പ്രായത്തിലൊക്കെ നല്ല വിഷയോടുകൂടി പ്രസംഗിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വർത്തമാനം പറഞ്ഞിട്ടുണ്ട്, ആൾക്കാരൊക്കെ ഇടപെട്ടിട്ടുണ്ട്, ഈ കാര്യനിഷ്ഠ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവൻ പോലും പോയാലും കുഴപ്പമില്ല അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. വേദിയിലും സദസ്സിൽ വിളിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. 2025 പുതുവത്സരാശംസകൾ എല്ലാവർക്കും ഞാൻ നേരുന്നു. അതോടൊപ്പം തന്നെ കാരുണ്യക്ഷേമ സമിതി നൽകുന്ന ഈ ആദരവിനെ നമ്മുടെ കുപ്പുളി പഞ്ചായത്തിലെ എല്ലാ ആശമാരെയും വിളിച്ചിട്ടുണ്ട്. അവരൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ ഒരു ആദരവ് കൊടുത്തതിന് എല്ലാവർക്കും കാരുണ്യക്ഷേമ സമിതിയുടെ എല്ലാ അംഗങ്ങൾക്കും ഭാരവാഹികൾക്കും എല്ലാവർക്കും നന്ദി അറിയിച്ചുള്ളൂ. ഈ 2025 പുതുവത്സരാശംസ നേർന്നുകൊണ്ട് 2 വാക്ക് ഞാൻ സംസാരിക്കുകയാണ്. നമ്മുടെ ഈ കാരുണ്യക്ഷേമ സമിതിയുടെ അധ്യക്ഷൻ മോഹൻ ചേട്ടൻ, മറ്റു വിശിഷ്ട വ്യക്തികളെ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, അച്ഛനമ്മമാരെ, പ്രിയ സുഹൃത്തുക്കളെ, എനിക്ക് ഒരു 10 വർഷത്തോളമായിട്ട് ഈ കാരുണ്യക്ഷേമ സമിതിയെക്കുറിച്ച് അറിയുള്ളൂ. ഞാനെപ്പോഴും നമ്മുടെ സുഹൃത്തായ വിനീഷേട്ടൻ്റെ കൂടെ പൂജാ പരിപാടികൾക്കൊക്കെ എപ്പോഴും പങ്കെടുക്കാറുണ്ട്. എപ്പോഴും ഇത് നമ്മുടെ ഓരോ ആളുകളുടെയും ഓരോ കാര്യങ്ങളൊക്കെ എന്നോട് പറയാറുണ്ട്. എന്നാൽ കഴിയുന്ന സഹായങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, ചെയ്യാനൊക്കെ പറയാറുണ്ട്. പക്ഷെ ഞാൻ വിട്ടുപോകാറാണ് പതിവ്. ഓരോ നേത്രദാനങ്ങൾ വരുമ്പോഴും എനിക്ക് എൻ്റെ വാട്സപ്പിൽ ആ ചേട്ടൻ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടെങ്കിൽ അതും പെടുവാറുണ്ട്. നേത്രദാനമാണ് ഏറ്റവും വലിയ എനിക്കിപ്പോൾ കൂടുതലും വാട്സപ്പിലൂടെ കിട്ടിയിരിക്കുന്നത്. എല്ലാവിധ ആശംസകളും ഞാൻ ഈ കാരുണ്യക്ഷേമ സമിതിക്ക് എൻ്റെ ഹൃദയത്തിൽ നിന്ന് പറയുകയാണ്. ഇനിയും നല്ല നല്ല പ്രവർത്തനങ്ങൾ ഇതിൽ കൂടുതൽ ഉണ്ടാകട്ടെ. എല്ലാവരും ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കാഴ്ചവെക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവിധ ആശംസകളും ആ കാരുണ്യം എന്നുള്ള വാക്കിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് ഉള്ള പ്രവർത്തനങ്ങളാണ് ഈ കാരുണ്യക്ഷേമ സമിതിക്കുള്ളത്. എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം നടക്കുന്നത്. ചികിത്സാ സഹായ രംഗത്താണെങ്കിലും, വിദ്യാഭ്യാസ പ്രോത്സാഹനത്തിൻ്റെ രംഗത്താണെങ്കിലും, അല്ലെങ്കിൽ സഹജീവികളെ ചേർത്ത് പിടിക്കുന്ന രംഗത്താണെങ്കിലും എല്ലാം ഒരു പുതിയ പാത ഇതിൻ്റെ ഭാരവാഹികൾ ഈ കാരുണ്യക്ഷേമ സമിതി വെട്ടിത്തുറന്നിരിക്കുകയാണ്. അത് തുടർന്നും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഈ പുതുവത്സരം നന്മ നിറഞ്ഞാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം. പങ്കെടുക്കുകയും സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന എല്ലാ പ്രവർത്തകർക്കും പ്രസ്തുത പ്രദേശവാസികൾക്കും കാരുണ്യക്ഷേമ സമിതിയുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. രസീത് നമ്പർ 4041 240 രൂപ. രസീത് നമ്പർ 42 120 രൂപ. വരിസംഖ്യ ഇനത്തിലാണ് വായിച്ചത്. അടുത്ത് കസേര ഹാൾ വാടക ഇനത്തിൽ രസീത് നമ്പർ 17 പ്രകാരം 430 രൂപ. രസീത് നമ്പർ 39 പ്രകാരം 3100 രൂപ. അക്കൗണ്ട് ട്രാൻസ്ഫർ ഓണഫണ്ടിൽ നിന്നും 3190 രൂപ. CD 32 രൂപ. 1,00,000 രൂപ. രസീത് നമ്പർ 2010-25 50,000 രൂപയുടെ പ്രകാരമാണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. വീണ്ടും CD 22 രസീത് നമ്പർ 46 പ്രകാരം 19,345 രൂപ. ശ്രീമതി ബിന്ദു ഷിബു, മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ എഴുത്തുകാരൻ MP വാസുദേവൻ നായർക്കും ആദരാഞ്ജലി അർപ്പിച്ചു. ശ്രീ സുകുമാരൻ നേതൃത്വരുടെ അപേക്ഷ പ്രകാരം ഈ ആന്റെ മകൾ സ്വപ്നയെയും ഭർത്താവിനെയും മകനെയും കുടുംബത്തിൽ ചേർക്കാൻ തീരുമാനിച്ചു. ഡിസംബർ 31-ാം തീയതി ക്രിസ്മസ് പുതുവത്സരാഘോഷത്തിൽ ഒരുക്കങ്ങളെ കുറിച്ച് വിലയിരുത്തി 25-ാം വാർഷികത്തിന് മുന്നോടിയായി ഇറക്കിയ 2020 കലണ്ടറിന്റെ അനാച്ഛാദനം പ്രസിഡന്റ് ശ്രീ M. A. മോഹൻ നിർവഹിച്ചു. സമിതിയുടെ എല്ലാ ഭവനങ്ങളിലും സ്നേഹസംഗമത്തിന്റെ നോട്ടീസും 2020 കാലണ്ടറിന്റെ കലണ്ടറും കമ്മിറ്റിക്കാർ ഏൽപ്പിച്ചു.
28/12/2020 ഈശ്വര പ്രാർത്ഥനയോടെ യോഗ നടപടികൾ ആരംഭിച്ചു. സമിതി കമ്മിറ്റി അംഗം ശ്രീമതി മിനി രമേശിന്റെ സഹോദരി ബിന്ദുഷുവിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. തുടർന്ന് നടന്ന ചർച്ചയിൽ വാർഷികത്തിന് അംഗങ്ങൾക്ക് നൽകുന്ന പാരിതോഷികങ്ങൾ വാങ്ങാത്തവരുടേത് അടുത്ത യൂണിറ്റ് വരെ സൂക്ഷിക്കുന്നതും ബാക്കി വരുന്നവ അടുത്ത യൂണിറ്റിൽ ലേലം ചെയ്ത് സമിതിയിലേക്ക് സ്വരൂപിക്കുന്നതായിരിക്കും. വാർഷികത്തിന് 500 രൂപയിൽ കുറയാത്ത സംഖ്യ ഓരോ അംഗങ്ങളും സംഭാവനയായി നൽകേണ്ടതാണ്. സുകേഷ് അവാർഡ് നൽകുന്നത് നിസ്സരി സുകേഷ്. ടൂർ പ്രോഗ്രാം ഫിക്സ് ചെയ്തു പോയല്ലോ എന്നാണ്. പക്ഷേ അടുത്ത നിമിഷം തന്നെ അദ്ദേഹം അത് മാറ്റുകയും ആശാപ്രവർത്തകരെ ആദരിക്കുന്ന ഒരു ചടങ്ങല്ലേ, അവർക്ക് ആദരവ് കിട്ടുന്ന ഒരു ചടങ്ങ്, അതിനാണ് പ്രാമുഖ്യം നൽകേണ്ടത്, ടൂർ പ്രോഗ്രാം മാറ്റിവെക്കാം എന്നുള്ള വളരെ സന്തോഷത്തോടു കൂടിയുള്ള ഒരു മറുപടി ലഭിച്ചപ്പോൾ സത്യത്തിൽ ആ മെഡിക്കൽ ഓഫീസറോട് വളരെയേറെ ഒരു ആദരവ് തോന്നിയ നിമിഷമാണ്. സാധാരണ രീതിയിൽ ഇങ്ങനെയൊന്നും ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരിൽ നിന്നും ഇങ്ങനെയുള്ള വാക്കുകളൊന്നും കേൾക്കാറില്ല. അങ്ങനെ വളരെയേറെ അത് ഒരു നിലവാരം പുലർത്തിയ നിങ്ങൾക്ക് വേണ്ടി, ആശാപ്രവർത്തകർക്ക് വേണ്ടി എല്ലാം മാറ്റിവെച്ച് ഇവിടെ സന്നിഹിതരായ ഡോക്ടർ സൗമ്യ വാസുദേവിനെ ഈ യോഗത്തിന്റെ പേരിലും സമിതിയുടെ പേരിലുമുള്ള കൃതജ്ഞത കടപ്പാട് അറിയിച്ചുകൊള്ളുന്നു.